എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിന്റെയും പൊന്നിന്റെയും രാജാവല്ല ക്രിസ്തു, മനുഷ്യ ഹൃദയങ്ങളുടെ രാജാവാണ് അവിടുന്ന്. സമറിയാക്കാരി സ്ത്രീയോട് കർത്താവ് പറയുന്നുണ്ട്, ഇനിമേൽ നീ ആരാധന നടത്തേണ്ടത് മലയിലോ ഓർസലത്തോ അല്ല, പിന്നെ എവിടെയാണ്? ആത്മാവിലും സത്യത്തിലുമാണ് എന്ന് പറയപ്പെടുന്നത്. പ്രസിദ്ധ ഇറ്റാലിയൻ കവിയായ ഡാന്റെ ഡിവൈൻ കോമഡി എന്ന തന്റെ കവിതയിൽ വിവരിക്കുന്നുണ്ട് എന്താണ് സ്വർഗം എന്ന്. Where thy will becomes mine, there is my heaven or root എന്ന്. നാഥ, എവിടെ നിന്റെ ചിത്തം എന്റെ ചിത്തമായി മാറുന്നുവോ അവിടെയാണ് എന്റെ സ്വർഗം എന്ന്. നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്, കുർബാനയിലും പ്രാർത്ഥിച്ചു, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം നിന്റെ രാജ്യം. Thy kingdom come, thy will be done on earth as it is in heaven. സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗരാജ്യത്തിന്റെ സൂചന എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഇഷ്ടം എവിടെ നടപ്പാകുന്നുവോ, ദൈവത്തിന്റെ ഇഷ്ടം എവിടെ യാഥാർത്ഥ്യീകരിക്കപ്പെടുന്നുവോ അവിടെയാണ് സ്വർഗരാജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ മനസ്സുകളുടെ അൾത്താരയിൽ എവിടെ ദൈവം ആരാധിക്കപ്പെടുന്നുവോ പൂജിക്കപ്പെടുന്നുവോ അവിടെയാണ് സ്വർഗരാജ്യം. അല്ലാതെ മണ്ണിന്റെ പൊന്നിന്റെ അതിർത്തികളിലോ അതിരുകളിലോ അല്ല സ്വർഗരാജ്യം എന്ന് ഈശോ സൂചിപ്പിക്കുകയാണ്. ഇന്ന് ഈ ക്രിസ്തുരാജന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എന്റെ മനസ്സിന്റെ അൾത്താരയിലേക്ക് എന്റെ കർത്താവ് രാജാവായി കടന്നു വരുന്നുണ്ടോ, അതോ ഞാൻ ഇപ്പോഴും വിഗ്രഹ ആരാധകനാണോ എന്ന് ചിന്തിക്കുവാനുള്ള സമയമാണ്. ഇതാണ് രണ്ട് ചിന്തകൾ. അവസാനമായിട്ട് നമുക്കുള്ള ദൂത് ഇതാണ്, Thy kingdom come, thy will be done on earth as it is in heaven. നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. നമുക്കിന്ന് സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ മനസ്സുറച്ച് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ എൻ്റെ ഹൃദയത്തിൽ ദൈവമേ നിന്റെ രാജ്യം വരണമെന്ന്. Thy kingdom come, thy will be done on earth as it is in heaven. ഈശോ